കോടി രൂപയുടെ ഒരു വണ്ടി ഇട്ടാ. 20-30 വർഷമൊക്കെ ആയിട്ട് കർഷക ജോലി മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ യന്ത്രങ്ങൾ കൊടുക്കണം അല്ലേ? ഏത് സർക്കാരായാലും തിന്നണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് കർഷകർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെട്ടു പോകും. 100 ഏക്കർ വരെ ഒരു ദിവസം ഇവർക്ക് ഹാർവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ നോർത്ത് ഡക്കോട്ടയിൽ ഇന്നലെ എത്തി. നമ്മൾ ഈ പറഞ്ഞ മോട്ടറിൽ മുറിയെടുത്ത് ഇന്ന് കാറ്റിന് സാധ്യതയൊക്കെയാണ് ഞങ്ങളെ പേടിപ്പിച്ച്. കാറ്റുണ്ട്, പക്ഷെ ചെറിയ രീതിയിൽ കാറ്റുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു തോന്നരുതും. ഇന്നത്തെ ആകാശം കാണുമ്പോൾ പേടിയാവുക ചെയ്യണം. ഇന്ന് നല്ല തെളിഞ്ഞ സ്കൈ. അതെ. അപ്പം നമ്മൾ ഇന്ന് നോർത്ത് ഡക്കോട്ടയിൽ നിന്ന് നമ്മൾ നേരെ സൗത്ത് ഡക്കോട്ട വയോമിങ് പോകണു. വയോമിങ് വീണ്ടും നമ്മൾ സൗത്ത് ഡക്കോട്ടയിൽ കയറും. കുറച്ച് വെറൈറ്റി യാത്രകളാണ് നമ്മളിന്ന് നടത്താൻ പോണത്. നമുക്ക് നമ്മുടെ റൂമിൻ്റെ കീ കൊടുക്കാം. അവൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ അല്ലേ. നല്ല അടിപൊളി ഉറക്കായിരുന്നു കേട്ടോ. നല്ല ടെമ്പറേച്ചറൊക്കെ അകത്ത് അവർ കീപ്പ് ചെയ്യുന്നായിരുന്നു. താക്കോല് കൊടുക്കണേ. എന്നിട്ട് കാണുന്നത് സിങ്ക് എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഞാൻ കഴിച്ചു. സിങ്ക് എന്ന് വെച്ചാൽ സിങ്ക് എന്ന് വെച്ചാൽ അർത്ഥം സിങ്കിന്റെ ടാബ്ലറ്റ് ആണ്. പെണ്ണ് പാക്ക് ചെയ്ത് തന്നാലേ പോയി ചക്ക നിക്കറ ഡോഡ്ജിൻ്റെ അല്ലാട്ടാ GMC അഞ്ചിരുപത് യാത്ര പറയാം. ജാതി കോസ്റ്റ്യൂം ഇറക്കിണ്ട് ചക്കാൻ. കനേഡിയൻ കോസ്റ്റ്യൂം ഉണ്ടാ. നമ്മൾ കുസ്കോന്ന് വാങ്ങിയ ഡ്രസ്സ് ഉണ്ടാ. അതുകൊണ്ട് ഭംഗിണ്ടാ. നമുക്ക് തിരിച്ചു കൊടുത്തൊരു താങ്ക്സ് പറഞ്ഞിട്ട് പോടാൻ വന്നെടുത്ത്. ആരെ മുമ്പിൽ ഇരിക്കണേ? ഹലോ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ്. ബൈ ബൈ. Jack. Thank you. Have a good day. Hey, I checked out your channel. Yeah, sure. Thank you. നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടോ അമ്മിച്ചി ഇവിടുത്തെ മറ്റേ ലേസർ പ്രിന്റ് എടുത്തിട്ട് മാന്യം കരടിലൊക്കെ പടം മരത്തമ്മ ലേസർ അടിക്കുന്ന അമ്മിച്ചേട്ടാ. എനിക്ക് ഇന്നലെ ഈ വണ്ടി കണ്ടപ്പോൾ ഒരു ജാതി ഒരു എനർജി ഇട്ടാ. നമ്മുടെ നിർണയം സിനിമയിൽ മറ്റേ ഗുണ്ട വരില്ലേ, പണ്ടത്തെ നൊസ്റ്റു ഫീലിംഗ് വണ്ടിക്കില്ലേ. ഇവരുടെ വണ്ടി ഇറങ്ങണ നോക്കിയാ ഇത് കണ്ട അമ്മേ ജാതി വണ്ടി കഴിഞ്ഞിട്ടല്ലോ അല്ലേ. ഇതേതാ വണ്ടി? അല്ല, ഷവർലെറ്റാണ്. ഷവർലെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നു. ഷവർലേടെ വണ്ടി നോക്കി നിങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? ജാതി ക്ലിപ്പ് അടിച്ച് നോക്കിയാ. ഇത് കണ്ട ക്ലിപ്പ് അടിച്ച് നോക്കിയാ. അമ്മേ അമ്മോ ചോദ്യം കൊണ്ടിട്ടോ അല്ലേ. കാണുമ്പോൾ നിൽക്കൂടാ അല്ലേ. വിട്ടുപോയാൽ നമുക്ക്. അപ്പോൾ നമ്മൾ നേരെ ഇനി സൗത്ത് ഡക്കോട്ട. ഇവിടെ നമുക്ക് ഏകദേശം നമ്മൾ ഇന്നലെ പെട്രോൾ അടിച്ചത് സ്റ്റേഷനിൽ കാണുന്നത്. പകൽ വെളിച്ചത്തിൽ വേറെ രൂപ ഉണ്ടോ. നമ്മൾ സൗത്ത് ഡക്കോട്ടയിലേക്ക് ഹെഡ് ചെയ്യടാ. ഇവിടെ നമുക്കൊരു 1.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? 2 മണിക്കൂർ. അങ്ങനെ നമ്മളവിടെ സിറ്റ് ചെയ്താ നമ്മൾ റീഡർ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് നമ്മൾ അതിനെ എടുക്കണടാ. ഫുൾ ഫാമിംഗ് ലാൻഡിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഫാമിങ്, മറ്റേ മൈനിങ്, എല്ലാ തരം മൈനിങ്ങളും ഇതിലൂടെ നടക്കുന്നുണ്ടാ. ഫാം ലാൻഡിൽ കണ്ട മറ്റേ നമ്മുടെ വൈക്കോല് റൗണ്ട് ചെയ്തിട്ട് നോക്കിയാൽ. ഇന്നലെ നമ്മുടെ ബോൾഗാട്ടി ക്ലീനർ ചേട്ടൻ്റെ നല്ല ബീഫും ചോറുണ്ടായിരുന്നു. അത് കാരണം വൈകിട്ട് നല്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. അതും ഒരു സമാധാനം. നമ്മുടെ കൂടെ അടിപൊളി നാടൻ ഭക്ഷണം. ആണെങ്കിൽ ഒരു ഇഞ്ചാമ്പുളി ഉണ്ടെന്നുള്ളേട്ടാ. അമ്മേ ഇഞ്ചാമ്പുളി, ഇഞ്ചിപ്പുളി അടിപൊളി. ഇഞ്ചാമ്പുളി വേറെയാണ് ശരിക്കില്ല. ഇഞ്ചിപ്പുളി ചേറായിക്കാരിലും നിനക്കറിയില്ല. ഇഞ്ചിപ്പുളി ചേറായില്ല നീ. നമ്മുടെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം ഈ ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന ട്രാക്ടറുകൾ, മെഷീനറി എല്ലാം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. എല്ലാ ഫാമിങ് മെഷീനറീസൊക്കെ ആധുനിക സംഭവങ്ങൾ കാണാൻ പറ്റില്ലേ. എന്തെല്ലാം മെഷീനറീസ് കാണുമ്പോൾ തന്നെ ബോധം പോയി ചെയ്യണം. ഇതൊക്കെ കാണാത്ത സാധനം. അത് കണ്ട വെറൈറ്റി മെഷീനറി കേട്ടോ. എങ്ങനെയത് സെറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഓ അത് കലങ്ങി. ഓരോ വണ്ടികൾ നിൽക്കുന്ന ഒരാൾക്ക് ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്തായാലും ഇവിടെ വരെ വന്നാലേ ചോദിച്ചു നോക്കാം. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കാനായിട്ട് വന്നാണ് വീണ്ടും. ഗ്രാസ് കട്ടാണ്. നിങ്ങൾ കൃഷിക്കാരെങ്കിലൊക്കെ ആണെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടോ. മെഷീനറീസിനെ പറ്റിയിട്ട് ഐഡിയ കിട്ടൂട്ടോ. ഊഹ് എന്തൊക്കെ സാധനമല്ലേ. ഇതിൻ്റെ അകത്ത് കണ്ടോ നമ്മളിവിടെ വന്നപ്പോൾ ഡ്രോൺ കണ്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഡ്രോൺ എല്ലായിടത്തും അവൈലബിൾ ആട്ടോ. ഇതുണ്ടോ വെറൈറ്റി പ്രൊപ്പലറൊക്കെ ഡി ജെ മരുന്നടിക്കുന്ന സാധനം. ഈ വീഡിയോൻ്റെ തുടക്കം തന്നെ നമ്മൾ അഗ്രികൾച്ചർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാ. DJI അഗ്രികൾച്ചർ കേട്ടോ.
ക്യാമറ ഉണ്ട് കേട്ടോ. ക്യാമറ വെച്ചിട്ടായിരിക്കും അവർ മറ്റേ മരുന്നടിക്കുന്ന ടാങ്കാണ് കാണാം കേട്ടോ. അമേരിക്കയുടെ നൂതന സാങ്കേതിക വിദ്യ നമ്മൾ കാണാൻ പോകണ്ടേ. ഇനി ഇതൊരു ചെറിയൊരു ജനറേറ്റർ പോലത്തെ സാധനമുണ്ട്. പിന്നെ ഇതൊരു ഹീറ്റ് ഗണ്ണാണോ കണ്ടിട്ട് തോന്നുന്നുണ്ട്. എന്തൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഹീറ്റിംഗ് ആണ്, ഹീറ്ററാണല്ലോ. സോ നൈസ് ടു മീറ്റ് യു. യുവർ നെയിം? പേൾ. ഓക്കെ, പേൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞോ ഓരോ മെഷീനറീസ്. അതൊരു ഭാഗ്യമായിട്ടാ അല്ലേ വരാൻ തോന്നിച്ച്. കൃഷിക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ നാടും അമേരിക്കനെയും പറ്റി നമ്മൾ കൃഷിയെ താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് മാറ്റം എന്നുള്ളത് നമുക്ക് ഇനി കാണാട്ടാ. ഈ മെഷീനറി പിള്ളേർ വെച്ചിട്ട് ഏറ്റവും വലിപ്പം കൂടിയ മെഷീനറി എന്നാണ് പറയണട്ടാ. ഇത് ഹാർവെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന വീറ്റ്, ഗോതമ്പ്, കോൺ അതൊക്കെ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതിന് ഉപയോഗിക്കണ മെഷീനറി നമ്മൾ കാണുന്നത്. വാട്ട് ദ നെയിം ഓഫ് ദിസ്? X9 1100. X9 1100. നോക്കി നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് ഞാൻ 6 അടി കേട്ടോ. 6 അടി ആയിരിക്കണം മുകളിലുള്ള ടയർ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ മറ്റേ മൈനിങ് സെക്ഷനിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ വണ്ടിയില്ല, ഇത്രയ്ക്ക് വലിപ്പമുള്ള ടയറുകൾ നമുക്ക് കാണാം. പക്ഷേ ഇതിന് പിള്ളേർ X9 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിടാ ഹാർവെസ്റ്റിംഗ് ഉപയോഗിക്കണം. 13 കോടി രൂപയുടെ ഒരു വണ്ടി കേട്ടാ. ചിന്തിക്കാൻ പറ്റുമോ നീ വയ്ക്കുമ്പോൾ വെറുതെയാണോ നോക്കിയാണ്ടാ. ഇതൊക്കെ ഇങ്ങനെ തിരിക്കണ സാധനം കേട്ടോ. ഇതിനെ കൂടുതൽ അറിയണം എനിക്ക് വലിയ പിടുത്തങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് കാണണം. എന്നാലും റിവ്യൂ എന്ന നിലയ്ക്ക് ഇതിനൊരു നമുക്കൊരു പുതുമയുണ്ട് കേട്ടോ. മൊത്തത്തിൽ നോക്കിയാൽ ഇതൊക്കെ അതിൻ്റെ എൻജിൻ സൈഡാണ് കേട്ടോ. ആലോചിക്കാൻ പോലും പറ്റാണ് ഒരു വലിപ്പം. നമ്മളൊരു 3-4 അതിന് വലിപ്പമാവളോ. ഇത് ഡ്രൈവർലെസ് വെഹിക്കിൾ ആണ്. ഡ്രൈവർ വേണ്ട പക്ഷെ ഒരാൾ ആ സീറ്റിൽ ഇരിക്കണം, ഒരു സേഫ്റ്റി ഫീച്ചറിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അവർ അതിന്റെ കൂടുതൽ ടെസ്റ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഡ്രൈവർ ഇല്ലാണ്ട് ഒരാൾ ഇരിക്കാണ്ട് പോലും ഫുള്ള് സെൻസേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ടെസ്റ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഹാർവെസ്റ്റിംഗ് വെഹിക്കിൾ ഇടാ. കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, കണ്ടന്റിന്റെ പീക്ക്. നമ്മൾ വിചാരിക്കും മരുഭൂമിയിൽ വരുമ്പോൾ എന്തിട്ടാ കാണിക്കാന്ന്. നമ്മൾ കണ്ടുപിടിച്ചാണ്ടല്ലോ. അതേപോലെ ഈശോ നോക്കിയാ 4 ടയർ. ഇതും ഹാർവെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ട്രാക്ടർ അല്ല, ഇതെന്ത് വേറെ എന്താ സംഭവം കൊണ്ടിടാ. ട്രാക്ടർ ട്രാക്ടർ കേട്ടത്. ട്രാക്ടറിന്റെ ടയർ വേണ്ട ഇതേപോലത്തെ 4 ഒരു ലൈനിലിട്ടാ. സമ്മതിക്കണം, ഇതൊക്കെ കാണാൻ പറ്റിയൊരു ഭാഗ്യം കേട്ടാ. ഒരു ദിവസം എത്ര ഹെക്ടർ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും? വൺ ഡേ ഹൗ മെനി ഹെക്ടർ വി ക്യാൻ ഹാർവെസ്റ്റ് ഫോർ ദ ബിഗ്ഗസ്റ്റ് വൺ? 100 പ്രോബബ്ലി. 100 ഏക്കർ വരെ ഒരു ദിവസം ഇവർക്ക് ഹാർവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ പറഞ്ഞ ഹാർവെസ്റ്റിംഗ് വണ്ടി കേട്ടോ. കാറ്റ് വിളിക്കാനൊക്കെ തുറന്നിട്ടുണ്ടാ. ഏതല്ലേ $25,000 ഒരു ടയറിന്. ഇപ്പം ഏകദേശം അമേരിക്കൻ ഡോളർ. അപ്പോൾ 20 ലക്ഷം റുപ്യക്ക് നമുക്ക് ടയറൊക്കെ പഞ്ചറായാലേ 20 ലക്ഷം റുപ്യ. എമറേറ്റ്സിൻ്റെ ടയറിന് ചിത്രധികം. അങ്ങനെ 4 ബാക്കിലുണ്ട്. 6 ചക്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹാർവെസ്റ്റിംഗ് മെഷീനറിയാണ് നമ്മൾ കാണാം കേട്ടോ. ആലോചിക്കാൻ പറ്റുമോ? എന്തായാലും ഇവിടെ ഇറങ്ങാൻ തോന്നി നന്നായില്ലേ. പുതിയൊരു കാഴ്ച കേട്ടോ. നിങ്ങൾ എത്രത്തോളം ആസ്വദിക്കണമെന്നെങ്കിൽ അറിയില്ല. പക്ഷേ നമ്മളൊരു പണ്ടൊക്കെ നമ്മൾ കർഷക രീതിയിൽ മറ്റേ കർഷകനല്ലേ മേഡം എന്ന് പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മൾ പാടത്ത് പോയിരിക്കുമ്പോൾ ഓരോ മെഷീൻ വരുമ്പോൾ അത്ഭുതത്തിൽ നോക്കി നിന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന മെഷീൻ അന്ന് കാണുന്ന മെഷീനറി നമ്മൾ ഇപ്പോഴും കാണണല്ലോ. പക്ഷെ ഇത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറി നമ്മൾ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 2-3 കൊല്ലമായിട്ട് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങി. ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെ മെഷീനറി ഇതൊന്നും ഇതും ട്രാക്ടറാണല്ലോ. വാട്ട് ഈസ് ദിസ്? അത് ഇത് ട്രാക്ടറിൻ്റെ വലുപ്പത്തിലൊരു വണ്ടി. ഈ സാധനം കണ്ടോ? ഈ സാധനം നമ്മൾ നേരെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ മരുന്നുണ്ടാവും. കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ മരുന്നുണ്ടാവും. ആ മരുന്ന് അവർ സ്പ്രേ ചെയ്യട്ടോ. ബാക്ക് സൈഡ് മറ്റേ വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ അമേരിക്കയിൽ നിന്ന് കുറേ സാധനങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ഇത്രയധികം കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മനസ്സിലായത് ഇത് പ്രൊഡക്ഷൻ നടക്കണത് ഈ റേഞ്ചിൽ നടക്കണതേ. അത് കളിക്ക്. But it's going to turn into something similar like that. This is the newest version of that. For what purpose? So this will put your seed into the ground. It'll do wheat, canola, things like that. You'll have to do something different for corn. It'll be a planter for corn. Okay. Sunflowers. Yeah. With idanayittan nokiyadunda ee machine il oru where we can put the seeds. So the seeds. Yeah. So those big yellow tanks there. Yellow tank. Yeah. Seeds in there. On the top. And it'll use air. It'll push it to these tubes here. Up in there, and then it'll come down here. It'll shoot out the bottom of these here. Okay, okay. ആ മഞ്ഞ കളറിലൊരു ടാങ്ക് ഞാൻ കാണിച്ചു തരാം. ആ ടാങ്കിൽ നിന്ന് ഇത് കണക്ട് ആക്കിയിട്ട് ഇതിൽ നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് സീഡ് വിത്ത് പാവി പോകണം കേട്ടോ. എൻ്റെ ഒക്കെ കനോല. റിയൽ ഫാക്ട്
മാറ്റം എന്താന്ന് വെച്ചാൽ ആൾക്കാരുടെ ജോലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന് മെക്കാനിസം ഉണ്ടല്ലോ, നമ്മളൊരു ജോലി പോകുമ്പോൾ ഒരു ജോലി വേറെ വരുന്നുണ്ട്. ഇതിന്റെ മെക്കാനിസം, ഇതിന്റെ ഫെസിലിറ്റി ഒക്കെ വരുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ജോലി. അതെ. നമ്മളിപ്പോൾ നമ്മുടെ ആൾക്കാരായാലും ഇനി വരുന്ന തലമുറയിൽ പഠിക്കാനായിട്ടുള്ളത് ഇപ്പോൾ വന്ന ആധുനിക സാങ്കേതിക വിദ്യകളെ ചെറുക്കാനായിട്ടുള്ള ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അത് നാളത്തെ ഒരു ഭാവി കേട്ടോ. അല്ല, ഈ സാധനം നേരെ നിലത്തേക്ക് വിടും. ഇതാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കില്ല. ആ സാധനം നിലത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ സീഡുകളുണ്ട്. ആ സീഡുകൾ ഇത് നേരെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ പൈപ്പിലേക്ക് കണക്ട് ആവുന്നുണ്ട്. ഈ കാണുന്ന പൈപ്പുകളിൽ കണക്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ സീഡ് ചെയ്ത് പൂട്ടാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നൽകി എന്നിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്നൂമാറ്റിക്സ് വെച്ചിട്ടാണ് ഇത് സംഭവം വർക്ക് ചെയ്യണത്. എന്തായാലും അതൊരു പുതിയ അറിവാണ്. എനിക്ക് പുതിയൊരു അറിവാണ്. നിങ്ങൾക്കത് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളോ. ഞാനിത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മളെക്കാളും ചിലപ്പോൾ കൂടുതൽ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അറിയാം. നമ്മളെക്കാളും കർഷകർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒരു മെഷീനിലേക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മെഷീനൊക്കെ മേടിച്ചെത്തിക്കാൻ പറ്റിയെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മുടെ ഗവൺമെൻറ് കുറേ സബ്സിഡി അവിടെ ഇവിടെയും കൊടുക്കണതില്ലേ, ഇങ്ങനത്തെ ഉപകരണങ്ങൾ മേടിക്കാനായിട്ട് നമ്മുടെ കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ എന്തോരം പ്രൊഡക്ഷൻ നടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ. ഈ തല്ലൂടി തല പൊളിക്കാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സർക്കാരായാലും തിന്നണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് കർഷകർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെട്ടു പോകും. ഇതൊരു 10-20 മീറ്റർ ഉണ്ടോ അത് നിർമ്മിച്ചാ. ഇത് നമ്മൾ ആദ്യം ഒരു വലിയൊരു മെഷീൻ കണ്ടില്ലേ, അതെ, X9 ഫ്രണ്ടിൽ കണക്ട് ചെയ്യുന്ന പാർട്ടായത്. ഫ്രണ്ടിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ഇതായിരിക്കും ഫ്രണ്ടിൽ പോകുന്നത്. കാണുന്ന സംഭവം ഇതിങ്ങനെ ഉഴുതു മറിഞ്ഞ് ക്രോപ്സ് എല്ലാം കളക്ട് ചെയ്ത് അതിലേക്ക് കൊടുക്കും. ഈ ട്യൂബിൽ കൂടെ നേരെ ആ മെഷീനിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് പ്രോസസ് ചെയ്തിട്ടാണ് അത് നേരെ പൈപ്പിൽ കൂടെ. 100 ഏക്കർ എന്നല്ലെങ്കിൽ 100 ഹെക്ടർ എന്നൊക്കെ പറയുന്നത് വേറെ. 100 ഏക്കർ പറഞ്ഞാൽ 250 ഏക്കർ ഒരു ദിവസം. 250 ഏക്കർ വരെ ഒരു ദിവസം ചെയ്യാം. എന്താല്ലേ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട്. ഇങ്ങനത്തെ മെഷീനൊക്കെ നമ്മുടെ നാട്ടിൽ എന്തായാലും വരണം കേട്ടോ. എങ്ങനെ പോയാലും നമുക്ക് അതിൽ ഒരു മറ്റേ 4x4 പോലത്തെ ഒരു വണ്ടി എടുക്കണം. നോക്കി ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ കാണാൻ പോലത്തെ അന്യഗ്രഹ വണ്ടികൾ നിൽക്കണം. സസ്പെൻഷനൊക്കെ നോക്കി എൻ്റെ ഹൈറ്റിന് ഉണ്ടാവും. നോക്കിയാൽ ഇതുണ്ട്, എൻ്റെ ഹൈറ്റിലാണ് ഇതിൻ്റെ മറ്റേ ചേസ് സ്റ്റാർട്ട് ചെയ്യണം. നോക്കിയാൽ എന്തൊരു സാധനം. ബൈജേട്ടനും അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വണ്ടി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഒരു സ്വപ്നം ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആരും ഇതുവരെ റിവ്യൂ ചെയ്തിട്ടാണ്. എനിക്കറിയില്ല അതിനെ പറ്റി. നമ്മളൊന്നും കുറേ തല്ലിടാൻ നിൽക്കണില്ല. എന്തായാലും വണ്ടി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ അമേരിക്കയിൽ വരാണെങ്കിൽ ഇങ്ങനെ അഗ്രികൾച്ചർ ആയിട്ടുള്ള വണ്ടികൾ റിവ്യൂ ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു അറിവ് കൊടുക്കണം കേട്ടോ. എന്തായാലും വണ്ടികൾ കാണുമ്പോൾ അന്യഗ്രഹ വണ്ടികൾ തന്നെ കേട്ടോ. ഹൈറ്റ് കണ്ടോ, ഒരാളെ ഹൈറ്റിലാണ് തുടങ്ങണത്. ഈ വണ്ടിക്ക് ഏകദേശം $800,000 US, ഏകദേശം 6 കോടി രൂപ അല്ലേ. 6 കോടി രൂപ വണ്ടി നീക്കി എടുക്കണം കേട്ടോ. ഇതിന് ഓരോന്നിനും ഓരോ പർപ്പസാണ്. ഓരോന്നിനും ഓരോ പർപ്പസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി എത്ര 10 എപ്പിസോഡ് ചെയ്താലും തീരില്ല. പക്ഷേ ഇതൊരു ഭയങ്കര കാഴ്ചയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുള്ളത്. ഇതിൻ്റെ പുതിയതിനാണ് നമ്മൾ റേറ്റ് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ. ന്യൂ ഹോളി ലാൻഡ്. എൻ്റെ അപ്പൻ ഈ റോക്ക് ബ്ലാസ്റ്ററായിരുന്നു പണ്ട്. അപ്പോൾ അപ്പൻ അന്ന് പണ്ട് കാലത്ത് ഈ പാറമടലൊക്കെ പോയിട്ട് ഉള്ള ഫോട്ടോകളൊക്കെ കാണുന്ന വണ്ടികളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അടിപൊളി. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂം അതിൻ്റെ ടെക്നോളജിയൊക്കെ നമുക്ക് മനസ്സിലാവട്ടെ. ഇതൊക്കെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഇതും ഒരു വെറൈറ്റി ട്രാക്ടറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ട്രാക്ടർ ഈ റേഞ്ച് വരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ മോഡൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലെ ട്രാക്ടറിൻ്റെ വലിപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓരോ വെറൈറ്റി ട്രാക്ടറുകൾ നമുക്ക് ഇവിടെ വരുമ്പോൾ വേറെ മൂഡ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 മില്യൺ ഈ ഇതിന്റെ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്യാമറാസ് ഉണ്ട്. ക്യാമറാസ് ഇതിന്റെ ഓരോ സീഡും ഓരോ ചെടിയിലും ഉള്ള സീഡുകൾ ഡിറ്റക്ട് ചെയ്തിട്ട് ആ സീഡിലേക്ക് മാത്രം ഈ മരുന്ന് അടിക്കുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടിക്കില്ല. അപ്പൊ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. മറ്റുള്ള ഡിഫക്റ്റുകൾ, അതായത് ചെടിയിൽ അത് കുറയ്ക്കാൻ പറ്റും. മറ്റ് ചെറിയ ഇൻസെക്ട്സിനെ കൊല്ലുന്നില്ല അവര്. ക്യാമറ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അവര്. അസംബ്ലി പാർട്ടി മേടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മേടിച്ച് നശിപ്പിക്കാന്നില്ല. എന്തായാലും ഉണ്ടല്ലോ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ നമ്മൾ കാണണട്ടാ. എന്തൊക്കെയാലേ ലോകത്ത് നടക്കണത് അല്ലേ. 8 കോടി രൂപ കേട്ടോ ആ മെഷീനറിക്ക്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ സാധനം കാണാം. നമ്മൾ അവിടെ നിന്ന് ഈ ഹാർവെസ്റ്റ് ചെയ്ത സാധനം ഇതിൻ്റെ ഉള്ളിക്കുന്നുണ്ടോ ഉണ്ടോ, ഈ ടാങ്കിൻ്റെ ഉള്ളിക്കിട്ടിട്ട് ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോട്ടാ. ഇതിൻ്റെ ടയർ റേഞ്ച് ഉണ്ട്. ഇത് റബ്ബർ തന്നെ ഉണ്ടാ. നമ്മൾ മെറ്റലാന്ന് വിചാരിക്കുന്നത് റബ്ബർ തന്നെ ഉണ്ടാ. സോൾഡ് ഔട്ട് ആണ്. 13 കോടിക്കും 10 കോടിക്കും ആൾക്കാർ മേടിച്ചോണ്ടേ. ഇതിൽ വേണമെങ്കിൽ നമ്മളോട് കയറണമെങ്കിൽ നമുക്കൊന്ന് കയറാം. കാരണം ഇത് ബ്രാൻഡ് ന്യൂ ആണ്. വാങ്ങിച്ച വണ്ടിയുടെ ഉള്ളിലേക്ക് അവിടെ അടുപ്പിക്കില്ലാണ് നമ്മളെ. ഇതൊക്കെ നിൽക്കണോക്കിയാ ഹാർവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന സാധനം. നമ്മുടെ നാട്ടിൽ തുണി കേട്ടാ. നമുക്ക്
എന്തായാലും ഇവിടെ വരെ വന്നല്ലോ, ഒരു ട്രാക്ടർ നമ്മൾ കയറി കേട്ടോ. പോലെ കേട്ടോ. അമ്മേ ഇതേ മറ്റേ പുഷ്പാക്കാണ് കണ്ടാ സീറ്റ് കണ്ടാ. ഓ അത് കളിക്കട്ടാ, അറ്റ്മോസ്ഫിയർ ഹെവിയാ. നമ്മുടെ നാട്ടിലെ കർഷകരൊക്കെ സമ്മതിക്കണ എങ്ങനെ ഈ ചൂടത്തിരുന്നൊക്കെ ചെയ്യണല്ലേ. ഇവിടെ ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാട്ടോ. നോക്കിയാ ഇവിടെ സ്ക്രീൻ ഉണ്ട്. ജോൺ ഡീറിട്ടാ, ആ കമ്പനി നിങ്ങൾ ഓർത്ത് വെച്ചോ. ഫുള്ള് ഇതാ മ്യൂസിക് കേൾക്കണമെങ്കിൽ മ്യൂസിക്, സൗണ്ട് കേൾക്കണമെങ്കിൽ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. കോള് ചെയ്യണമെങ്കിൽ കോള് എല്ലാം ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇത് കണ്ടോ, ലെതറ എന്ത് സംഭവം മെറ്റീരിയലൊക്കെ ഉണ്ടോ. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ പൈചേട്ടനും റഹ്മാനൊക്കെ ആണെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള അറിവുണ്ട്. നമുക്കിതിനെ മെറ്റീരിയൽ അറിവില്ല. ജോൺ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെബ്സൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ കർഷകനാണെങ്കിൽ എന്തായാലും കയറിയിട്ട് ഇതിന്റെ ടെക്നോളജി ഒക്കെ പഠിച്ചോ കേട്ടോ. ഫ്രിഡ്ജ് ഉണ്ടോ? ഹീറ്റഡ് സീറ്റ് എല്ലാ സാധനവും ഏത് വെതറിലും അവർക്ക് ഒരു ദിവസം കണ്ടിന്യൂസ് നിന്ന് ചെയ്യാം. US, yeah, that's great, no? വണ്ടികളൊക്കെ നമുക്ക് കൊതിയാവട്ടാ. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, നമ്മളിപ്പോൾ പണ്ടത്ര പറയണമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തോട്ടെ, അതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. So thank you so much. Yeah, no problem. For sharing these all things. Thank you. Yeah, no problem. You can see this all video in Travelista YouTube channel. All right, yeah, I'll have to look at it. Yeah, Kapitan have power. Travelista. ഒരു സബ്സ്ക്രൈബറും കൂടി ഇട്ടാ. Thank you. Yeah, thank you. ഓരോ വീഡിയോ എടുക്കുമ്പോഴല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റ് തപ്പി പോകണമെന്ന് പറഞ്ഞാൽ ഉള്ള സന്തോഷം എന്ന് അറിയോ. ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതൊരു സന്തോഷം തന്നെയാ അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിന് എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ പറ്റില്ല. എന്നാലും നമുക്ക് കണ്ടു കിട്ടാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോ കണ്ടപ്പോ അവരോട് പോയി ചോദിച്ചു, അപ്പൊ അവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അവരും ആദ്യം തെറി പറയുന്നത് ഞാൻ വിചാരിച്ചേ. അപ്പൊ ഈ ചൈനക്കാര് എവിടെ ഒരു ടെക്നോളജി ഷോ ഉണ്ടെങ്കിലും ആദ്യം അവിടെ ഉണ്ടാവും. അവരുടെ ആൾക്കാരെ പല ഗ്രൂപ്പുകളായിട്ട് അവര് ക്യാമറയും അതിന്റെ എല്ലാ ആംഗിളിൽ നിന്നുള്ള വീഡിയോസും 10 ഗ്രൂപ്പായിട്ട് വിടും. അപ്പൊ ഒരു ഗ്രൂപ്പ് തല്ലുപിടിച്ച് അടുത്ത ഗ്രൂപ്പ് വരില്ല. അതെ, എങ്ങനെയെങ്കിലും ഒക്കെ അവർക്ക് ആ ടെക്നോളജി അവർ പൊക്കിയെടുക്കും. അതുകൊണ്ട് മിക്ക സ്ഥലത്തും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല. ഇവിടെ മെയിൻ്റെനൻസ് സെക്ഷൻ കേട്ടോ. ഈ വണ്ടിക്ക് എടുക്കണോ പറയൂ 10 കോടി 15 കോടി എന്നൊക്കെ പറയൂ. വെച്ചാലേ ഇഞ്ചാമ്പളി ലൈൻ കാണുമ്പോ ഒരു ടയറിന്റെ വില തന്നെ അത്ര അല്ലേ, 20 ലക്ഷം റുപ്യ ടയറിന്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാവൽ മുകളിലേക്ക് തിരിച്ചു വന്നു ഗൈസ്. ടേബിൾ മൗണ്ട് ഒറ്റ ടേബിൾ ഇങ്ങനെ മുകളിലേക്കുണ്ടല്ലോ, ഒരു മല ഇങ്ങനെ മുകളിൽ കയറിയിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ നോർത്ത് ഡക്കോട്ടയോടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നോർത്ത് ഡക്കോട്ടയിൽ നിന്ന് ഇനി സൗത്ത് ഡക്കോട്ടയിലേക്ക് കടക്കാൻ പോകട്ടെ. കുറച്ച് കഴിയുമ്പോൾ വായിട്ട് കളിച്ചിട്ടേ ഡ്രൈ ആവും, ഭയങ്കര ഡ്രൈയിലല്ല അവൻ. കാറ്റുണ്ട്, ഒരു തണുത്ത കാറ്റുണ്ട്. അതിന്റെ നമ്മുടെ മറ്റേ ലിപ് ബാമ്പർ വെച്ചിട്ട് പിടിക്കാം നമുക്ക്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ വന്നാൽ കൊള്ളാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാ. നമ്മുടെ നാട്ടിലെ വർഷങ്ങളായിട്ട് ഉള്ള കർഷകർ 20-30 വർഷമൊക്കെ ആയിട്ട് കർഷക ജോലി മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ യന്ത്രങ്ങൾ കൊടുക്കണം അല്ലേ. എത്രയോ പൈസ ടാക്സ് ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകളും പിന്നെ അതേപോലെ ഗവൺമെന്റിൽ നിന്ന് നല്ല സബ്സിഡീസും കാര്യങ്ങളൊക്കെ ഫാർമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇതിലിട്ട് കൈയിട്ട് വരാനല്ല, നമ്മൾ സബ്സിഡികൾ കൈയിട്ട് വരാനല്ല ഞാൻ പറയണത്. നമുക്ക് അങ്ങനെ റിയൽ ആയിട്ട് കർഷകമായിട്ട് ഇപ്പോൾ വയനാട്ടിലായാലും ഇടുക്കിയിലായാലും ഈവൻ തൃശ്ശൂർ നമ്മളൊക്കെ ഒരുപാട് കർഷകരെ കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഗവൺമെന്റ് സിൻസിയർ ആയിട്ട് റിയൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് എന്താ പറയുക, അവർക്ക് വേണ്ട ഉപകരണങ്ങളും സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള കർഷക വിളവെടുപ്പും എല്ലാ രീതിയിലും സിസ്റ്റമാറ്റിക് ആവും. പ്രത്യേകിച്ച് ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ അഗ്രിടെക് പോലെയുള്ള AI നൂതന സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി. ഈവൻ ഹൈദരാബാദൊക്കെ അതിൻ്റെ ന്യൂസ് നമ്മൾ കേട്ടു. അപ്പോൾ അതേപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ കർഷകരെ പഠിപ്പിക്കാനും ഒരു ക്ലാസ്സൊക്കെ കൊടുത്ത് അവർക്ക് പുതിയ രീതിയിലുള്ള ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇപ്പോൾ പഠനങ്ങളൊക്കെ കൊടുക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനടിയിൽ കമൻറ്റ് ചെയ്തോളൂ. ഇനി അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കർഷകർക്ക് ഒരു വിജയം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. സിസ്റ്റമാറ്റിക്കായി AI ടൂളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. രാജ്യത്തിന്റെ എക്കണോമിയും ഇപ്പൊ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഈ പൊട്ടറ്റോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാജ്യത്തിന്റെ എക്കണോമിയും അതിനനുസരിച്ച് ഡെവലപ്പ് ആവും. നമ്മുടെ നാട്ടില് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ടൂറിസം ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ അന്നം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമാണ്. നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റുകൾക്ക് ഇപ്പോൾ BJP യും കോൺഗ്രസും അല്ലെങ്കിൽ നമ്മൾ LDF ഒന്നും നമ്മൾ അങ്ങനെ ഒരു ഗവൺമെന്റ് എടുത്ത് പറയണതല്ല കേട്ടോ. ഏത് ഗവൺമെന്റ് ആയാലും കർഷകർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും
അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും അവരെ തലമുറയിലുള്ള ആൾക്കാർക്കായാലും അതൊരു പ്രൊഫഷണൽ സംഭവമായിട്ട് മാറും അല്ലേ? പുതിയ അതായത് പുതിയ ജനറേഷനിലുള്ള ആൾക്കാരായാലും ഇവരൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കും. അത് അഗ്രിടെക്കിലൊക്കെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളൊരു ഫാം ലാൻഡ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് സപ്പോർട്ട് കിട്ടാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സുകൊണ്ട് മടുത്തു ആത്മഹത്യ ചെയ്യാം. അങ്ങനത്തെ ഇവിടെ നിന്ന് അങ്ങനത്തെ ആലോചിക്കാൻ പോലും പറ്റില്ല. ഫാർമേഴ്സിന് അത്രയും റെസ്പെക്റ്റും അത്രയും ഹെൽപ്പും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടും. അതെ, നമ്മളിപ്പോ ഈ 10 കോടി 13 കോടി എന്നൊക്കെ പറയുന്നത് ഗവൺമെന്റ് ചിലപ്പോൾ പകുതിയിട്ടുണ്ടാവും, 5 കോടിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മളിപ്പോ ഒരു കണക്ക് പറയണതല്ല. നമ്മുടെ നാട്ടില് ഈ ഒരു 5 ലക്ഷം 10 ലക്ഷം ഉള്ള ഒരു ഉപകരണം അവർക്ക് വാങ്ങി കൊടുത്താൽ അതിൽ മിറാക്കിൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ചെയ്ത് ഇപ്പൊ നമ്മള് വഴിയിൽ കണ്ട ഒരു ചെറിയൊരു സംഭവം നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഇതേപോലെ ആയിരക്കണക്കിന് കമ്പനികൾ, ആയിരക്കണക്കിന് ടെക്നോളജികളുണ്ട്. അത് നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുക, കർഷകർക്ക് അതിന് അറിവ് കൊടുക്കുക, അതിന്റെ ക്ലാസ് കൊടുക്കുക. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ വേറെ ലെവലായിരിക്കും. അതൊക്കെ നമ്മൾ ഇനി വരുന്ന ആൾക്കാരുകളാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് അമേരിക്കയിൽ നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ ഭരണാധികാരികൾ അത് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ മിറാക്കിൾ സംഭവിക്കട്ടാ. ആലോചിക്കാൻ പറ്റും? പറ്റൂല. നമ്മളത് ഇവിടെ ട്രെയിനിൽ പൈപ്പല്ല കൊണ്ടാണ് എണ്ണ ഊറ്റ നമ്മൾ അവിടെ ഇവിടെ എണ്ണ വിട്ടുന്നുണ്ട്. ഈ അടി കൂടി ഇട്ട് പോകണം. ഈ പൈപ്പിൽ കൂടി എണ്ണ ഒരു എടുത്തിട്ട് ഓരോ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. ഇതിന് തന്നെ ഒരു 200 കോടി സാധനം ഇരിക്കുന്നതിൻ്റെ ഉള്ളു അല്ലേ? ഒരു എങ്ങനെ സാധനം ചെയ്യണല്ലേ? ഈ ഭൂമി കാണുമ്പോൾ വിചാരിക്കും ഈ ഭൂമിയിൽ എന്തൊരു അമേരിക്ക ഉണ്ടാക്കണം വിചാരിക്കും. മിൻറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു എണ്ണ, അതാണ് മിൻറ്റ് കഴിഞ്ഞാൽ എണ്ണ കമ്പനി. കണ്ട ഇവിടെ കുറെ സ്റ്റോറേജ് ഇതുണ്ട്. അത് എന്തിൻ്റെയാണ്? ഓയിലാണോ? ഈ കൃഷിയിടൊക്കെ ഇതുണ്ട്, ഓയിലും പറക്കണ്ട അമേരിക്ക. അങ്ങനെയുണ്ട്. നമ്മളിപ്പോ ഇന്നലെ വന്ന റൂട്ടിൽ കുറെ സ്ഥലങ്ങളിൽ കണ്ടില്ലേ ഓയിൽ ടാങ്ക്. ഓയിലിനാണ് അത്, ഓയിലിനാ. എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളിലൊക്കെ മറ്റേ ഊറ്റണ യന്ത്രം ഉണ്ട്. ആ ഊറ്റണ യന്ത്രത്തിൽ ഇങ്ങോട്ട് വരണതായിരിക്കും, കളക്ട് ചെയ്ത് വരണതായിരിക്കും. ഇങ്ങനെ വിജനതയിൽ ഇങ്ങനെ കിടക്കാട്ടാ. രക്ഷയില്ല. ഇവിടെ നിങ്ങൾ പോകുമ്പോൾ ഒരു ഗോൾഡൻ പാടം എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഗോൾഡൻ മൂടെ നമുക്ക് ഫീൽ ചെയ്യാം. വേണ്ട, വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് സമാധാനത്തിന്റെ പാതയിലേക്ക് ഭൂമിനെ വിട്ടൂടാ. വേണ്ട, 3 ലെയർ കളർ: ബ്രൗൺ, ഗോൾഡ്, ബ്ലൂ, വൈറ്റ്. 3 അല്ല 4 കളർ. ഫാമിലൊക്കെ എമ്മാതിരി രീതിയിൽ അവർ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആലോചിക്കും നിങ്ങൾ. ഒരു ചെറിയ സ്ഥലത്തിന് എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് അമേരിക്കനെ കണ്ടുപിടിക്കണം അല്ലേ? എത്രയും ചെറിയ സ്ഥലങ്ങൾ എങ്ങനെ അവരെത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നുള്ള കേസ് ആലോചിക്കാൻ പറ്റില്ല. ഗോതമ്പിന്റെ വിളവെടുപ്പ് കഴിഞ്ഞുട്ടാ. നോക്കിയാ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാ ഗോതമ്പാണ് കാണണം. കേട്ടാ, ഗോതമ്പുണ്ട് തന്നെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഗോൾഡൻ കളറായി വിന്ററിനെ വരവേൽക്കാൻ പോലെ. ഇതിപ്പോൾ നമ്മൾ സമ്മർ സീസണിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇത്തിരി നന്നായിട്ട് കാണാൻ പറ്റിയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഒരു പഴയ വീട്ടിൽ ഇതൊരു വീട് കേട്ടോ. വീടിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ടൗണിലേക്ക് കിടക്കണല്ലേ? പക്ഷെ വഴി എന്താ ഈ ടൗണിലേക്ക് ഇങ്ങനെ വഴി കാണിക്കണത്? മണ്ണിട്ട് പറയാ അമേരിക്കയിൽ നല്ലത് പറയുമ്പോ റോഡ് പോയി അല്ല. ഇതിപ്പോ കർഷകര് വെള്ളമെടുക്കാൻ പോണ സ്ഥലത്തെ വഴികളാട്ടോ. അത് കാരണമാണ് ടാറിടാത്ത. അല്ലെങ്കിൽ അവർ ടാറിട്ടിട്ട് മുകളിൽ ഒരു കോട്ട് കൂടി ഇട്ടാണ് അവര്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റോറേജ് സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് വേണം നമുക്ക് ടൗണിലേക്ക് കിടക്കണമെങ്കിൽ. എനിക്ക് ടൗണിലേക്കുള്ള എളുപ്പമാർഗ്ഗം ഇത് കാണിച്ചിട്ടുണ്ടാവും അല്ലേ? എന്തായാലും നമുക്ക് പോവാം. തപ്പിത്താനും പൊട്ടിയും പറത്തി പോകണ്ട്. ആ ഗോഡൗണൊക്കെ ഉണ്ടല്ലോ. മിനിമം 100, 120, 30, 300 വർഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ പഴക്കം. നോക്കി ഈ ഗോഡൗണ്ടൊക്കെ ലൈൻ നോക്കിയാൽ കണ്ടോ. അതൊക്കെ ഉപയോഗത്തിലില്ലാന്നുണ്ടാ. പഴയ വണ്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് വണ്ടികളുടെ ശവപ്പറമ്പ് നമുക്ക് അവിടെ കാണാം. ഇതൊക്കെ ഗോഡൗണുകളും കേട്ടോ. ഓ പൊട്ടി തിരിച്ച് ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് കാണാം. ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ട്രെയിനിൽ കയറ്റാനായിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ കാണാൻ പറ്റണ്ട. ഇതൊക്കെ ട്രാക്ക് ഉണ്ടാക്കി എടുക്കണം അവർ. ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോലെ അത് ആവശ്യ സ്ഥലത്ത് എത്തിക്കും വേണ്ട. അതിനുള്ള സിസ്റ്റം കൂടി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടൊന്നും നല്ല കേട്ടോ. നമ്മൾ കർഷകർക്ക് ഇത്തിരി ഈസി ആയിട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അടിപൊളിയായിരിക്കും. ഇതിന്റെ ടൗൺ അപ്പൊ നമ്മൾക്ക് ടൗണിലേക്ക് ഇറങ്ങി ആ വഴിക്കൂടെ കയറിയത് ടൗണിലേക്ക് കയറി. ഇത് മറ്റേ അബാൻഡൻ ടൗൺ പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ അല്ലേ? ഒക്കെ 1917 സീനിയർ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഴയ ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ചരിത്ര മണ്ണിലേക്ക് ടീം ട്രാവലേഴ്സ് എത്തിച്ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. ചെറിയ ട്രാക്കുകൾ പിള്ളേർക്ക് അവിടുത്തെ പിള്ളേരുണ്ടാകുമ്പോൾ പിള്ളേർക്ക് ഗെയിം കളിക്കാനുള്ള സാധനം പോലെ അടാ നോക്കിയാണ്ട. പണ്ട് ഉപയോഗിച്ച സാധനമൊക്കെ അവരുടെ ഡിസ്പ്ലേ വെച്ചിരിക്കട്ടാ. ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇവിടെ വരുന്ന പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ ഫെരാരി കൊടുക്കണ പോലെ ഇവിടെ ഇത് കൊടുക്കും. ഫുൾ എക്യുപ്മെന്റ്സ് ആട്ടാ. പഴയ വണ്ടി എനിക്കാണത്. നോ ട്രസ് പാസിംഗ് അകത്തുള്ള വീഴും നോക്കിയോളൂ.
വണ്ടികളും പഴയ വണ്ടികളും നമുക്ക് ചായ കുടിക്കാൻ പറ്റും മോനെ. ഒരു വണ്ടി നോക്കിയാ ഫോർഡിന്റെ വണ്ടി ആവട്ടാ, പഴയ മോഡല്. ഇതാണ് ഈ വണ്ടി ചക്രം കണ്ടുപിടിച്ച സമയത്തൊക്കെ ഉണ്ടാക്കിയുള്ള നോട്ട് റെസ്പോൺസിങ്. ഇങ്ങനെ കിടക്കണ്ടോ, നേരെ പോട്ടെ കണ്ടോ ഇതൊക്കെ തുറന്നിട്ട് വെടി വീട്ടാ അവിടെ പൊട്ട സൗണ്ട് ചിലപ്പോ. അമേരിക്ക കാര്യം നമ്മള് ഇടയ്ക്ക് നമ്മൾ അതും പറയണേ, അങ്ങനെയുണ്ട്. നല്ലതിന്റെ ഒപ്പം പൊട്ടിയും പറയണം. കട്ട കാണാൻ പറ്റും. ഇതൊക്കെ കട്ടച്ച് പൂട്ടി കിടക്കുന്നത് ഒന്നുമില്ല. ഫ്രെയിമിൽ എന്തുകൂടെ ആരും ഇല്ലാത്ത. ഇന്നലെ നമ്മൾ വിചാരിച്ചു ഹാലോവിൻ വീക്കെൻഡ് ആയ കാരണം അവരെല്ലാവരും വീട്ടിൽ വന്ന്. ഇന്നിവിടെ ആൾക്കാരൊന്നും ഇല്ലട്ടാ, ഒരു വിജനത. ചോദിക്കാൻ പോലും ആരും കാണാനല്ലേ, ഒരു കട പോലും ഇല്ല. ജീവ കുഞ്ഞിന്ന് പറഞ്ഞത് കറക്റ്റാണ് തുറന്നു വെച്ചിരിക്കുന്ന ഒരു കട പോലും. അറ്റ്ലീസ്റ്റ് 2 താടി വെച്ചിട്ട് ഒരു വയസ്സായ അപ്പാപ്പാർക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ മുമ്പിൽ കസരിട്ടിരിക്കുന്ന കാണാറുണ്ട്. അങ്ങനത്തെ അപ്പാപ്പാര് പോലും കാണാനില്ല. കളിക്കാൻ വണ്ടികളെ ഷോപ്പറമ്പട്ട പണ്ടത്തെ ഇതാണ് ശരിക്കും. നേരത്തെ നമ്മൾ വന്ന് സൈഡ് വഴിക്ക് വന്നതുകൊണ്ട് മേളിലേക്ക് കയറി നോക്കിയാലോ, മേളിലേക്ക് എവിടെയെങ്കിലും. കാരണം ഇത് ഈ പരിസരത്ത് ഒരു ടൗൺ കാണാനില്ല. ഒരു ചായ കഴിച്ചിട്ടില്ല, വിശക്കണുണ്ട്. അങ്ങനെ നമ്മള് നോർത്ത് ഡക്കോട്ടിൽ നിന്ന് വീണ്ടും നമ്മള് സൗത്ത് ഡക്കോട്ടിലേക്ക് കയറാട്ടാ. നമ്മളൊരു ചെറിയൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ എടുത്താടാ നമ്മള്. എന്നിട്ടാ അതല്ലേ സൗത്ത് ഡക്കോട്ട. ഒതുക്ക് ചക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റുമോ? സൗത്ത് ഡക്കോട്ടയിലത്തെ ഒരു അത്ഭുത കാഴ്ച നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ഇറങ്ങാം നമുക്ക്. വാ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു പോർട്ടാ. വെൽക്കം ടു സൗത്ത് ഡക്കോട്ട. ഗ്രേറ്റ് ഫേസസ്, ഗ്രേറ്റ് പ്ലേസസ്. ഇതൊരു നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ നാളെ അപ്പോൾ വണ്ടി പതുക്കെ ഒതുക്കിയിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ട, തമ്പനയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. സൗത്ത് ഡക്കോട്ട എത്തി നമുക്കൊന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. അപ്പൊ നമ്മള് സൗത്ത് ഡക്കോട്ടയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാം. ചെക്കൻ തുള്ളൻ. റോഡിൽ ഇങ്ങനെ നിവർന്ന് കിടക്കട്ടാ. ഒരു ഒറ്റ സ്ഥലത്തിന് 10-20 കിലോമീറ്റർ ഉണ്ടാവട്ടാ. അങ്ങനെ കയറ്റമൊക്കെ കയറ്റുള്ള നല്ല റോഡ്, ബെസ്റ്റ് റോഡ്. ഒരു ഡ്രൈവിംഗ് മൂഡില്ല. ഡ്രൈവിംഗ് മൂഡ് ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അത് ആ സാധനം ഇപ്പൊ ഇതിപ്പം മുകളിലെത്തിട്ടാ, പറയുമ്പോഴേക്കും ഇതിപ്പം മുകളിലെത്തും. ഒരു ചെറിയ സിറ്റി പോലും കാണാനില്ല കേട്ടോ. അതടുത്ത രസം. നമുക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ നോക്കുമ്പോ രക്ഷയില്ല. റോഡ് മാത്രമേ കാണാനുള്ളൂ. ഇടയ്ക്ക് ഒരു ഫാമിലിന്റെ ആൾക്കാരെ കാണാൻ പറ്റും അല്ലേ. ഒന്നും കഴിച്ചിട്ടില്ല. നിലവിച്ച് പിടിക്കാനാ. മാപ്പിൽ നോക്കുമ്പോഴൊരു സിറ്റി, നേരത്തെ കണ്ട സിറ്റി പോലത്തെ സിറ്റികളാണല്ലോ. വേറൊരു സാധാരണ എന്തെങ്കിലും ഒക്കെ കാണിക്കാറില്ലല്ലേ. ഒരു എന്തെങ്കിലും ഒരു ഫുഡിന്റെ അല്ല എന്തെങ്കിലും ഒരു ബർഗർ ഷോപ്പെങ്കിലും കാണാറുണ്ട്. ഒരു പള്ളി വരുന്നുണ്ടോ, ഒറ്റപ്പെട്ട് നിൽക്കാല്ലോ ഒരു പള്ളി. പഴയ പള്ളി കേട്ടോ. പള്ളി കയറാൻ പറ്റുമോ നോക്കിയാലോ, ജസ്റ്റ് കയറാൻ പറ്റുമോ നോക്കാന്ന് വെച്ചിട്ട് ഇറക്കിട്ടാ. ഒറ്റപ്പെട്ട് നിൽക്കണ പള്ളിയാണ്. 1919 ആ ചർച്ചന്റെ സെമിട്രി കേട്ടോ. അതിലുള്ളൊക്കെ സെമിട്രി കൂടെ ആവും. നോക്കിയാൽ നമുക്ക് നമ്മുടെ മൈൻഡ് ഗെയിമേഴ്സിന്റെ ഒരു കണ്ടന്റ് ആയില്ല ഇവിടെ അല്ലേ. എക്സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സാധനം അല്ലേ. പക്ഷെ ഇവിടെ വരെ ഓടിക്കണ്ട വരും അവിടെ നിന്ന്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പള്ളിട്ടാ. നിക്കണ ഏരിയ ഒരു ഫാം ലാൻഡിന്റെ നടുക്കിലല്ലേ. ഇത് 1919 ആൾക്കാർ വരുന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണേ കേട്ടോ. 1919 സിമിട്രി ബാക്കിലുണ്ടോ അവിടെ അല്ലേ. അടുത്ത സിമിട്രി ഉണ്ട് പള്ളി. കള്ളന്മാരൊന്നും എടുത്തോണ്ടില്ലല്ലോ. എന്താച്ചാ എവിടെയാ തമ്മാച്ചനാണല്ലേ. കുരിശുപോലും ഉള്ളിൽ കാണാനല്ലേ. തണുപ്പ്
തണുപ്പ് കാലത്ത് ഇവിടെ തണുപ്പ് തന്നെയാണേ. അവിടെ സിമിട്രി കാണാട്ടാ. ഓ ഇവിടെ ശരിക്കും മരിച്ചെടുക്കുമ്പോൾ ഒറ്റപ്പെട്ട് മരിച്ചെടുക്കാം അല്ലേ? ഞാനൊരു 10 രൂപ കൂടി ഉണ്ടോ മാക്സിമം അല്ലേ? ഇവിടെ മറ്റേ പ്രാതകളി ഉണ്ടോട്ടെ എന്തോ അല്ലേ? രാത്രിയൊക്കെ വന്ന പേടിയാവും. ഒരു ഒറ്റപ്പെട്ട വിജനതയിലുള്ള ഒരു പള്ളിട്ടാ. മരം കൊണ്ട് പണിതുള്ളത് അടിയില് സുറുക്കാന്നുണ്ട്. ഇതൊക്കെ മരമാണ് കേട്ടോ. വർഷം മുമ്പൊക്കെ കുറെ ആൾക്കാര് മണ്ണടിക്കുന്ന സൗണ്ട് ആലോചിക്കുക നിങ്ങള്. എൻട്രി ഇല്ല കേട്ടോ. ഇത്ര മതി എന്ത് ഭംഗിയാ നോക്കിയല്ലേ? കപ്പിത്താൻ എനർജി കിട്ടിയില്ലേ? പോവാം. അങ്ങനെങ്കിലിത് ഫുള്ള് സ്റ്റോറേജ് ഇട്ടാണ്. ഈ ഗോതമ്പും ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫുള്ള് സ്റ്റോറേജ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അവിടെ ഒരു ചെറിയൊരു വീടും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവരാണ് നോക്കി നടത്തുന്നതുകൊണ്ട്. വെറും $990 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ ഒന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്നതുല്യമായ വണ്ടർ യാത്രയിൽ നമ്മൾ കുസ്കോയിൽ തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ് കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ചു പിച്ചു എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ മാച്ചു പിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.